ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി എരുമയൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളങ്ങളിലും സ്വകാര്യ കുളങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത്. എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് 65ഓളം വരുന്ന കർഷകർ, മത്സ്യകർഷകർ നമ്മുടെ പഞ്ചായത്തിൽ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മത്സ്യം ഉണ്ടാക്കുക എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു വിഭാഗവും ഇതൊരു വരുമാന മാർഗമാക്കിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന വലിയ കുളങ്ങൾ ലീസിനെടുത്തും ചെയ്യുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് പോകുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ മതിയായ പൈസ നമ്മൾ ഓരോ വർഷവും ഈ കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ട് മാറ്റിവെച്ചുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വർഷവും ഏതാണ്ട് 5 ലക്ഷം രൂപ ഈ മത്സ്യകർഷകരെ സഹായിക്കാൻ ആവശ്യമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത വഹിച്ചു. 47 മത്സ്യകർഷകർക്കായി 68,800 മത്സ്യക്കുഞ്ഞുങ്ങൾ 9.18 ഹെക്ടർ മത്സ്യക്കുളങ്ങളിലേക്കും 5 പൊതുകുളങ്ങളിൽ 2.34 ഹെക്ടറിലേക്ക് 17,550 മത്സ്യക്കുഞ്ഞുങ്ങളുമായി മൊത്തം 11.52 ഹെക്ടർ മത്സ്യക്കുളങ്ങളിലേക്കാണ് വിതരണം നടത്തിയത്. മെമ്പർമാരായ സുജ, ഗീത, ഷൈജ, ശ്രുതിമോൾ, അമീർ എന്നിവർ പ്രസംഗിച്ചു.